ചോദിക്കുന്ന തിരുവനന്തപുരത്തിന്റെ മേയറിന് ആ ചാല മാർക്കറ്റിനകത്തുള്ള ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ടോ? എന്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ ഈ മാർക്കറ്റ് കയറി ചളി വീഴുന്നുണ്ട്. ഇപ്പൊ ബുൾഡോസ് രാജല്ല വേറെ എന്താണ് നടക്കുന്നത്? ചായ കുടിക്കാൻ ആര് മേളോട്ട് കയറും? ഒരു മലക്കറി കയറി വാങ്ങിക്കാൻ ആര് മേളോട്ട് കയറും? മത്സ്യത്തൊഴിലാളിക്ക് ബ്രിട്ടീഷുകാരുണ്ടാക്കി തന്നതാണ് പാളയം. ഭരിക്കുന്ന ഭരണാധികാരി ഞങ്ങൾക്കിത് തരണം. ബുൾഡോസർ രാജ്, പക്ക ബുൾഡോസർ രാജ്. ചോദ്യമല്ല, ഉത്തരമല്ല, ഒന്നുമില്ല. ചെയ്ത അടിക്കന്മാരും ഒന്നുമില്ല. ചോദ്യം കഴിഞ്ഞാൽ അവര് പറ്റ ഫീസാണ്. എന്തിനു വേണം? എടാ, ഞങ്ങളൊരു കാര്യം ചോദിക്കണം. നിങ്ങൾ മീഡിയസാണ്. ഇത് ചെയ്തത് കോർപ്പറേഷനും ഈ സ്മാർട്ട് സിറ്റിയും ചേർന്ന് ഇതിന്റെ അനധികൃതമായിട്ട് കച്ചവടക്കാർ കെട്ടി നടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പെണ്ണി നോക്കി എല്ലാം നോക്കി ഒരേ കെട്ടാണ് കെട്ടിക്കുന്നത്. മേളിൽ 1500 കോടി പ്രോജക്റ്റ് നടക്കണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ത്രിടയും സ്മാർട്ട് സിറ്റിയും ചേർന്ന് അവരെല്ലാം താഴ്ത്തിറക്കി. ഈ പഴയ മാർക്കറ്റിൽ 1/3 ഭാഗം മത്സ്യ മാർക്കറ്റായിരുന്നു. 4 ഭാഗത്ത് ഓരോ തുണിക്കടയും മലക്കറിക്കടയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ തൽക്കാലം ഒന്ന് മാറ്റി അവസാനം 3ാം നില ഇവർക്ക് കട കിട്ടാൻ പറ്റാത്തുണ്ട്. ഏതൊരു ചായ കുടിക്കാൻ ആര് മേളിലോട്ട് കയറും? ഒരു മലക്കറി കയറി വാങ്ങിക്കാൻ ആര് മേളിലോട്ട് കയറും? അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഇതെല്ലാം ചെയ്തു കൊടുത്ത സ്മാർട്ട് സിറ്റി ത്രിടയാണ്, കോർപ്പറേഷൻ ചേർന്നാണ്. ഈ മീൻ മാർക്കറ്റ് കെട്ടിയ പോലെ കോർപ്പറേഷൻ സെക്രട്ടറി ഞാൻ പോയി കണ്ടായിരുന്നു. ആ ചിറകി വീഴുന്നുണ്ട്. ഇത് ശരിയല്ലെന്ന് പറഞ്ഞ പറയല്ലേ? നിങ്ങൾ സ്മാർട്ട് സിറ്റിയോട് ബന്ധപ്പെടും. ശാസ്ത്രീയമായി തന്നെ കെട്ടിയെന്ന് അവർ എന്റെ വണ്ടി കോർപ്പറേഷൻ സെക്രട്ടറി വിളിച്ച് ചോദിക്കുന്നു. മീൻ മാർക്കറ്റ് കയറി ചറി വീഴുന്നുണ്ട്. ഇപ്പൊ ബുൾഡോസ് രാജല്ല വേറെ എന്താണ് നടക്കുന്നത്? അവര് വരുന്ന അധികാരം ഉപയോഗിച്ച് ഇടിച്ച് നിർത്തുന്നു. ഭരണസമിതി മാറിയെന്ന് പറയുന്നു. ഇതിന് വേറെ എന്താണ് നടക്കുന്നത്? ആർക്കെങ്കിലും ചോദിക്കുന്നതിനില്ല. നിയമപ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വിടലായിരുന്നു പഴയ ഭരണസമിതി. അവരെല്ലാം ഒത്താശ ചെയ്ത് കെട്ടിയതിനു ശേഷം കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന എന്ത് നടപടിയാണ് അതൊക്കെ? ചോദിക്കാനുള്ള ചോദിച്ചു പോയത് ഉണ്ടായി അവരോട് കാര്യം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേദന ഞങ്ങൾക്ക് പറ്റുന്നതല്ല, വേറെ കച്ചവടക്കാരന് പറ്റുമ്പം അവനൊരു ജീവൻ വാങ്ങിച്ച് മുന്നോട്ട് പോകണതാണ്. ആരും ചോദിക്കാനല്ല പറയാനില്ല. ഏതോ പട്ടി കുത്തിപ്പെട്ട് റോഡ് പട്ടി കടിച്ചാൽ പോലും ചോദിക്കാൻ 5 പട്ടി കൂടെ വരും. ഇവിടെ വിഷയം വന്നത് എല്ലാവരും പറയണില്ല. അത് ഇങ്ങനെ ഇങ്ങനെ കാണില്ല. മറുപടി പറയട്ടെ, മറുപടി പറയട്ടെ. അവിടെ കച്ചവടക്കാരെ വായിക്കുന്നത് അവർക്ക് ആളും അമ്മാരി ഉണ്ടെന്നോ ഇതെല്ലാം ഉണ്ടായിട്ട് വിദേശ രാജ്യം പോലെ ആക്കിയിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്. അവര് വാക്കാല പറഞ്ഞ് താൽക്കാലിക ചന്തയാണ് ഇത്. ഇത് പൂർത്തിയായി വന്നാൽ നിങ്ങൾക്ക് ഇവിടെയാണ് മാർക്കറ്റ്. പക്ഷെ ഞങ്ങളുടെ മാർക്കറ്റാ, ഈ മത്സ്യത്തൊഴിലാളികളുടെ മാർക്കറ്റാണ് ഇത്. ഗവൺമെന്റ് സ്ഥാപനമല്ല. മത്സ്യത്തൊഴിലാളിക്ക് ബ്രിട്ടീഷുകാരുണ്ടാക്കി തന്നതാണ് പാളയം പള്ളിയും ഈ മാർക്കറ്റ്. ഈ മാർക്കറ്റിന്റെ പേരാണ് കന്നിമാതാ മാർക്കറ്റ്. ഓക്കെ, ഇത് 55 വർഷം കൊണ്ട് അമ്മച്ചി മാർക്കറ്റില് ബിസിനസ്സിന് വന്നവളാണ്. അന്ന് ഈ മാർക്കറ്റ് ഇങ്ങനെയായിരുന്നു. ഒരാൾക്കൊരു വഴിക്ക് വേണ്ടിയാണ് ഈ മാർക്കറ്റിനെ ഇല്ലാതെയാക്കി ആ പേര് ഇങ്ങനെ ഇല്ലാതെയാക്കി. പിന്നീട് ഈ വഴിക്ക് ഒരു കാർ പോകേണ്ട വഴി കൊടുത്ത് അവര് ലക്ഷങ്ങൾ മേടിച്ചു. കോടികൾ വാങ്ങിച്ചിട്ട് ഒരാൾക്ക് വഴി ഇത് ഞങ്ങളുടെ
എന്തെന്നറിയാം, താൽക്കാലിക മാർക്കറ്റാണിത്. ഇതുമായിട്ട് പിന്നെ നീ എന്തെങ്കിലും ചെയ്തുതരാം. ഈ മാർക്കറ്റ് തരും, അതിനാണ് പൊളിച്ചു കെട്ടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ മാറൂല, ഞങ്ങൾ അവിടെ തന്നെ കിടക്കുമായിരുന്നു. പോലീസ് അധികാരികൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇവിടെ പോലീസ് അധികാരികൾ വന്നത് നമ്മളൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ 12 മണിയാകുമ്പോ വീട്ടിൽ പോകും, പിറ്റേന്ന് 5 മണിക്ക് നമ്മളിവിടെ ഒന്നും അറിയുന്നില്ലല്ലോ. ഇപ്പൊ ഭരിക്കുന്ന ഭരണാധികാരി ഞങ്ങൾക്കിത് തരണം. ഞങ്ങൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച കോൺഗ്രസിന്റെ കൊടിയാണ് എന്റെ ഇരിക്കുന്നത്. ഇന്ന് അവര് വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കും. എന്റെ അടുത്ത് വന്നല്ലോ കഴിഞ്ഞ മാസം വന്ന് ചോദിച്ചു, മോളെ ഉമ്മൻചാണ്ടി തന്ന തുണിയാണ് ഞാൻ അതിന് ഇല്ലിയിൽ കെട്ടി വെച്ചിരിക്കും. ഉമ്മൻചാണ്ടി ആരാണെന്ന് ചോദിച്ചു. എന്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞു. കേട്ടപ്പോളെ കേട്ട ഞാൻ 55 വർഷമായ മാർക്കറ്റിന് മണൽ തരിയാക്കി തന്നു. ഇന്ന് ഞങ്ങൾക്ക് ആ മാർക്കറ്റ് വേണം. ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇത് പൊളിക്കുന്നെങ്കിൽ പൊളിക്കട്ടെ. ഞങ്ങൾക്ക് ആദ്യം ആ ബിൽഡിംഗ് കെട്ടി തന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ജീവിക്കണം. ഞങ്ങള് സമരത്തിന് പോണില്ല. ഇത് അവര് രാത്രി രാമായണം വന്ന് ഇടിച്ചു കളഞ്ഞ വയസ്സായ നമ്മൾ എവിടെ പോകുന്നത്? അപ്പൊ ആദ്യം അത് കെട്ടിത്താക്കും. ഞങ്ങൾ ജീവിക്കണ്ടേ? 10-300 തൊഴിലാളികൾ കിടക്കുന്നു. ആ കുടുംബം ജീവിക്കണ്ടേ മോളെ? ജീവിക്കണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് ഒരു കോർപ്പറേഷനിൽ ജോലി ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരി വാങ്ങിച്ചു തരാം. ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ പറ്റില്ല. ഒരു കൂട്ടാത്തിരില്ല, കഞ്ഞി വാങ്ങിച്ചു വലിയ ഞങ്ങൾക്ക് മാർക്കറ്റ് ഉടനെ തരാം. അവിടെ താഴെ കെട്ടി തരാം. അവിടെ കെട്ടിയത് അറിയാമോ? കുറെ ലക്ഷങ്ങൾ ഉണ്ടാക്കി കെട്ടി അത് ആർക്കും ഉപയോഗമില്ലാത്ത രീതിക്ക് ഒരു സേവാ വിശ്രമ സങ്കേതവും അത് കുടുംബശ്രീകൾക്കെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിക്കൊടുത്തു. കെട്ടി ഞങ്ങൾ പോകാൻ പോയപ്പോ കുടുംബശ്രീ അവിടെ അവസാനം അവിടെ അത് വിശ്രമവേളയായി, വേണ്ടാത്ത അഴിമതികളായി, അങ്ങനെയുള്ള സ്ഥലമായി അവസാനം അവർ ഇടിച്ചു കളഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കണം, നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം നടക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ്? കാല മാർക്കറ്റിനകത്ത് നമ്മുടെ മെയിൻ എൻട്രൻസ്, അതായത് തിയേറ്റർ കാലയ്ക്കകത്ത് കിള്ളിപ്പാലം പോണതിന്റെ ഇടയിലുള്ള റോഡ് എല്ലാ കടക്കാരും ഇല്ലീഗലായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് അവിടെ ഓടം, 1/2 ഇഞ്ച് ഓടം. ആ 1/2 ഇഞ്ച് ഓടം പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആ കടക്കാരുടെ എല്ലാ കടകളും പൊളിക്കണം. തിരുവനന്തപുരത്തെ മേയറിന് ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്തിന്റെ മേയറിന് ആ ചാല മാർക്കറ്റിനകത്തുള്ള ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ടോ? കാണിക്കില്ല. അവിടെ പോയി ധൈര്യം കാണിക്കാൻ പറ്റില്ല. ഈ പാളയം മാർക്കറ്റിൽ എന്ത് അഴിമതി കാണിക്കാം? പറയാനില്ല. അവര് കെട്ടിക്കൊടുത്ത് എല്ലാവരെയും പാവങ്ങളുടെ മേലെ എന്തും കാണിക്കാം.